എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് വരുന്ന തലമുറയെ വാർത്തെടുക്കുന്നതിന് മാർഷൽ ആർട്സുകൾക്ക് വളരെ പങ്കാണുള്ളത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അച്ചടക്കങ്ങളും അവർ പഠിപ്പിക്കുന്ന രീതികളുമാണ്. അതായത് മയക്കുമരുന്ന് പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുമക്കൾ നമുക്ക് പിടികിട്ടത്ത കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. മദ്യം, മയക്കുമരുന്ന്, ഇനി വരാൻ പോകുന്ന സോംബി ഡ്രഗ്സ് പോലുള്ള മാരകമായ മയക്കുമരുന്നാണ് വരുന്നത്. പിന്നെ നമ്മുടെ മാതാപിതാക്കളെ നോക്കാത്ത സന്താനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും നമുക്ക് ഇതേപോലുള്ള മാർഷൽ ആർട്സുകളാണ് അവരൊക്കെ നല്ല രീതിയിലുള്ള അച്ചടക്കമുള്ള പൗരന്മാരായി വാർത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ മാർഷൽ ആർട്സുകളും അതുപോലെ തന്നെ എല്ലാ കലാകാരന്മാരും ഈ രംഗത്ത് ഇതുപോലെ പൗരന്മാരെ വാർത്തെടുക്കുന്നത് വളരെ പങ്കെടുത്ത് വഹിക്കുന്നു. അപ്പോൾ അവരെല്ലാവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കൊറിയൻ മാർഷൽ ആയിട്ടുള്ള തൈക്കോണ്ടോ മാർഷൽ ആർട്സ് ആണ് ഇതിന് മുമ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണ് കുഞ്ഞു മക്കളെ വാർത്തെടുക്കുന്നത്, വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത്, എന്തൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്, നമുക്ക് അതിലൊക്കെ എങ്ങനെ ചേരാം എന്നൊക്കെ നമുക്ക് നേരെ അവരോട് ചോദിച്ചറിയാം. അവരുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം. അതുപോലെ തന്നെ അവർ കുറച്ച് വീഡിയോകളും കാണാട്ടെ. നേരെ നമുക്ക് ഒരു വീഡിയോയിലേക്ക് പോവാം. വാ പോരി. 1 2 6 Okay, one more. 1 1 2 3 4 5 6 double block here. 1 2 3 4 5 6 അപ്പോൾ നമ്മ ഈ തൈക്കോണ്ടോ മാർഷൽ ആർട്സിന്റെ ക്ലാസ്സിലാണ് വന്നിട്ടുള്ളത്. ക്ലാസ് ഇതല്ല കേട്ടോ, ഇവിടെ എല്ലാ ഞായറാഴ്ചയും ഇവിടെ പിള്ളേരെ ഇതുപോലെ എന്റർടൈൻമെന്റിന് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആദർശീയമായിട്ട് ഇവരെ കണ്ടപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. പേരെന്ന് പറയാൻ പറ്റും? എൻ്റെ പേര് എനിക്ക് തൈക്കോണ്ടോനെ കുറിച്ച് അറിയാം. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർഷൽ ആർട്സ് ആണ് തൈക്കോണ്ടോ മാർഷൽ ആർട്സ്. അപ്പോൾ ആ ഒരു മാർഷൽ ആർട്സിനെ കുറച്ച് കാര്യങ്ങൾ ഇത് കൊറിയയുടെ പൗരാണിക യുദ്ധമുറയാണ് തൈക്കോണ്ടോ എന്നത്. നൂറ്റാണ്ടുകളായിട്ട് കൊറിയക്കാര് വളരെ സ്ഥാപിതമായിട്ട് നടത്തുന്നു. ഇപ്പൊ വേൾഡ് തലത്തിൽ എല്ലാ രാജ്യങ്ങളിലുണ്ട്, ഒളിമ്പിക്സുകളിലും. കഴിഞ്ഞ ടൈമിൽ നമ്മുടെ സ്കൂൾ തലത്തിൽ തന്നെ മത്സരങ്ങൾക്കൊക്കെ പോയിട്ട് ഒരുപാട് മെഡലുകളൊക്കെ വാരിക്കൂട്ടിയ കുട്ടികളാണ്. അതായത് തൈക്കോണ്ടോ സ്കൂൾ തലങ്ങളിൽ സ്കൂൾ തലങ്ങളിൽ സ്പോർട്സ് രംഗങ്ങളിൽ അതുപോലെ തന്നെ എൻ്റെ ഡൗട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ സാധാരണക്കാർക്ക് ഒരു തീരുമാനം ഉണ്ടായത് കരാട്ട പഠിച്ച് നമ്മൾ തല്ലി പിടിക്കാൻ പോകും അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അതിനെക്കുറിച്ചുള്ള ധാരണ എന്താ? തെറ്റിദ്ധാരണയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, യഥാർത്ഥത്തിൽ നന്നായിട്ട് പഠിച്ചൊരു വിദ്യാർത്ഥിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഒരാളായിട്ട് വന്ന് തല്ലുപിടുത്തത്തിന് പോകൂല. ചെറിയൊരു വഴക്കിന് വരെ അച്ചടക്കമുള്ളൊരു വിദ്യാർത്ഥി എന്നുള്ളതിലേക്ക് പോകൂല. അതാണ് ഈ പഠിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം. ഒരുപാട് മാർഷൽ ആർട്സ് ഉണ്ട്. അതിന് തൈക്കോണ്ടോ നമ്മൾ സ്പെഷ്യലായിട്ട് വളരെ അച്ചടക്കവും നമ്മുടെ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏത് ബെൽറ്റ് കാറ്റഗറിയിലാണ് നിൽക്കുന്നത്? ഞാൻ ബ്ലാക്ക് ബെൽറ്റ്, സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണല്ലേ? അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ എനിക്ക് അറിയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ട് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഈ മദ്യം, മയക്കുമരുന്ന്, ഇനി വരാൻ പോകുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു സാധനം വരാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ മാർഷൽ ആർട്സുകൾ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ള സത്യാവസ്ഥയാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ ഇതേപോലെ കുഞ്ഞു പിള്ളേരെ വളർത്തിയെടുക്കുന്നതിൽ ഈ മാർഷൽ ആർട്സ് വളരെ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഇപ്പോഴേ ക്ലാസ് കൊടുക്കുന്നതിനാണ് അവരങ്ങനെ മാറുന്നത്, അവരുടെ മനസ്സിലും ചെറുപ്പം മുതൽ ഇത്തരം ഒരു മാർഷൽ ആർട്സിൽ അവരുണ്ടെങ്കിൽ 100% ഉറപ്പാണ് അവരതിൽ പോകാനുള്ള ചാൻസുകൾ വളരെ കുറവായിരിക്കുള്ളൂ. കാരണം അവരൊരു ടീമായിട്ട് മാർഷൽ ആർട്സ്, കാരണം ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മ മദ്യവും മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആയോധനകലയ്ക്ക് ഒരിക്കലും യോജിച്ചതല്ല, നേരെ ഓപ്പോസിറ്റ് ഫലം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ആ കുട്ടികളൊക്കെ പോകൂല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നല്ലൊരു ടീമായിട്ട് ഒരു സ്ഥാപനത്തിൽ വാർത്തെടുക്കും. അല്ല, വിശ്വാസം മാത്രമല്ല, ഞാൻ അറിഞ്ഞെടുത്തോളം 95% ഒരു അഭ്യാസിക്ക് ഒരിക്കലും ഒരു മയക്കുമരുന്നിനോ മദ്യത്തിനോ വീഡിയോ വരെ വലിക്കാൻ പറ്റില്ല കേട്ടോ. അവരൊരു ലോകമാണ്, എന്റർടൈൻമെന്റിലൂടെയാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. അപ്പൊ എല്ലാ ഞായറാഴ്ച ഞായറാഴ്ചകൾ വരും. കാരണം നമ്മളിപ്പോ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വീടുകളിലൊക്കെ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ. കാരണം മൊബൈലിൽ 24 മണിക്കൂറും ഒരുപാട് സമയം മൊബൈലിൽ യൂസ് ചെയ്യും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവരെ ശരീരത്തെ നശിപ്പിച്ച് കളയുന്ന ഭക്ഷണ രീതികളാണ്. അപ്പൊ വ്യായാമം ഈ ആയോധന കലകളില്ലാത്ത കുട്ടികളെ സംബന്ധിച്ച് അവർ വളർന്നു വരുമ്പോൾ നമുക്ക് തന്നെ അപകടമാണ്. വലിയ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അവരെങ്ങനെ ആയിത്തീരും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്, വളരെ പ്രയാസമാണ്. അപ്പൊ നമുക്ക് ചെറുപ്പം മുതൽ ഈ ഒരു നിലക്ക് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രാജ്യത്തിനും നമുക്കൊക്കെ മുതൽക്കൂട്ടാവുന്ന വിദ്യാർത്ഥികളായിട്ട് വരാൻ വാർത്തെടുക്കാൻ സാധിക്കും. അതായത് കലാപരമായും അതുപോലെ സാംസ്കാരികപരമായും എല്ലാ രംഗങ്ങളിലും വാർത്തെടുക്കാൻ പറ്റും. ആത്മഹത്യാ പ്രവണത എന്നൊക്കെ പണ്ടിട്ട് വളരെ അധികമുള്ള ഒരു കാലഘട്ടമാണ്. മാനസികമായിട്ട് പ്രത്യേക
തയ്യാറെടുപ്പിനുള്ള ഒരു ക്ലാസ് എങ്ങനത്തെയൊക്കെയാണ് അങ്ങനത്തെ ക്ലാസ്? ഇപ്പൊ ഇന്നലെ തന്നെ ഒരു ന്യൂസ് കണ്ടിരുന്നു, ഒരു ചെറിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോയിട്ട് എക്സാമിൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു. പക്ഷെ അങ്ങനെ നമ്മ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത കുട്ടികളിൽ ഉണ്ടാകുന്നത് അവരെ ദുർബലമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ്. അതിൽ നിന്ന് മാറി വളരെ ശക്തരാണ്, നമ്മുടെ ജീവിതത്തിൽ പൊരുതി ജയിക്കേണ്ടവരാണ്, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കേണ്ടവരാണെന്നുള്ളൊരു മാനസികമായിട്ടൊരു ശക്തി അത് അവർക്ക് ഓട്ടോമാറ്റിക് നമ്മൾ ഇതിനൊപ്പം പഠിപ്പിക്കും. ഇപ്പൊ നമ്മ ഇപ്പൊ ഈ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും എനർജി ആയിട്ട് നമ്മുടെ കുഞ്ഞു മക്കളെ ഈ പ്രായത്തിൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് അത്രയും ഊർജ്ജസ്വലരായ നല്ല മാനസിക ദൃഢതയുള്ള ഒരു തലമുറ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നതാരാണ്? അപ്പൊ ഒന്ന് വിളിക്കുമോ? ഷഫീഖ് മാസ്റ്ററാണ്. വിളിക്കും മാഷേ. അപ്പോൾ നമുക്ക് കേട്ടില്ലേ, അതായത് നല്ല ദൃഢതയുള്ള നല്ലൊരു തലമുറ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള മാർഷൽ ആർട്സുകൾ വളരെയധികം പങ്ക് വഹിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നാക്കാം. അപ്പോൾ ഇവരെവിടെയാണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ, ഇത് ഏത് സ്ഥലത്താണെന്ന് അറിയണ്ടേ. ഓൾ ഇന്ത്യ ലെവലിലുള്ളതാണ് തായ്ക്കൊണ്ടോ മാർഷൽ ആർട്സ് എങ്കിലും അതാത് സ്ഥലങ്ങളിലെ കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ. എല്ലാ മാർഷൽ ആർട്സുകളും ഇതേപോലെ തന്നെ നല്ല തലമുറകളെ വാർത്തെടുക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു മാഷയും കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ക്ലാസ്സിലേക്ക് ഒന്ന് പോകണം കേട്ടോ. മാഷേ നമസ്കാരം. മാഷ പേരൊന്ന് കുറച്ച് ഉറക്കം പറയണം കേട്ടോ. എൻ്റെ പേര് ഷഫീഖ്. ഓക്കെ മാഷെ, ഞാൻ കാര്യം ചോദിക്കുന്നത് ഇത് എത്ര കൊല്ലമുണ്ടോ ഈ ഒരു മേഖലയിൽ വന്നത്? ഞങ്ങളൊരു ഏകദേശം ഒരു 30 വർഷത്തിന് മേലായിട്ടുണ്ട്. 30 വർഷം? ഏകദേശം എന്നല്ല, 32 വർഷത്തോളമായി നമ്മൾ ഈ ഫീൽഡിൽ. 32 വർഷം കേട്ടോ, ചെറിയ കാലയളവല്ല. 32 വർഷം കൊണ്ടാണ് ഈ ഒരു നിലവാരത്തിൽ. ഇപ്പോൾ ഏത് ബെൽറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്? ഇപ്പോൾ സെക്കൻഡ് ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ് ഹാൻഡിലാണ് നിൽക്കുന്നത്. അതായത് 32 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഇവർക്കുള്ള അനുഭവങ്ങളും കൂടിയിട്ടാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു മക്കളെ കുഞ്ഞു പിള്ളേരാണല്ലോ ഇവരെ ഇത്രയും കൃത്യതയോട് വളർത്തിയെടുക്കുന്നത് അതേ ഒരു എക്സ്പീരിയൻസിൻ്റെ ആണോ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ അച്ചടക്കമാണ്? നമ്മളിത് ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊരു ടേസ്റ്റാണ് നമുക്കിത്. കാരണം കുട്ടികൾക്ക് നല്ലൊരു സമൂഹത്തിന് വേണ്ടി നല്ലൊരു കുട്ടികളെ വളർത്തിയെടുക്കുക. അവർ നമ്മൾ ഭാവി നമ്മുടെ ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറാവുന്ന നല്ല സംസ്കാരമുള്ള മക്കളായി വളരാം. ഇതാണ് നമ്മളുടെ ആകെയുള്ള ലക്ഷ്യം. ഇന്ത്യക്ക് തന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പോർട്സ് രംഗങ്ങളിലുള്ളതിന്റെ പേരിൽ തന്നെ അവർക്ക് ആ മേഖലകളിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ അതുകൂടി നമ്മളെ ഉദ്ദേശമുണ്ട്. ഇപ്പൊ നേരത്തെ മാഷ് പറഞ്ഞിട്ടുണ്ടാവും, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ചോദിക്കാൻ വിട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര സ്കൂളുകളിലേക്ക് സ്പോർട്സ് രംഗങ്ങളിൽ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് തായ്ക്കൊണ്ടോ മാർഷൽ ആർട്സ്. അപ്പൊ എത്ര സ്കൂളിൽ ഇപ്പം ക്ലാസ് എടുക്കുന്നുണ്ട് കുഞ്ഞു പിള്ളേർക്ക്? നമ്മിപ്പോ ഒരു 6ഓളം സ്കൂളുകളിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അക്കാദമി ഉണ്ട്. അക്കാദമിയിൽ നമ്മൾ ഡെയിലി ക്ലാസ് ഉണ്ട്. അവിടെ ഡെയിലി ക്ലാസ്. അപ്പൊ യാദൃശ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുള്ളവരെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് ഇനി ഇവരെ ക്ലാസ്സുകൾ കാണണ്ടേ, അത് എവിടെയാണെന്ന് അറിയണ്ടേ, അതിന്റെ കാര്യത്തിലേക്ക് ഒന്ന് കിടക്കണ്ടേ. അപ്പൊ നമ്മുടെ ക്ലാസ് ശരിക്കും സ്റ്റഡി കൊടുക്കുന്നത് പഠിക്കുന്നത് ഏതൊക്കെ ടൈമിലാണെന്നൊക്കെ ഉള്ളത് ഏത് ക്ലാസ്സിൽ വെച്ചാണോ? ക്ലാസ് എവിടെയാണ് നമ്മുടെ ക്ലാസ്? കൊടുങ്ങല്ലൂർ യൂബസാറ്, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ യൂബസാറ്. അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ മേലെ നമ്മൾ വളരെ ഭംഗിയായി സജ്ജീകരിച്ചേക്കുന്ന ക്ലാസ്സാണ്. ഇന്ന് വന്നാൽ അവിടെ ബെൽറ്റ് വിതരണമുണ്ട്. എത്ര കാലയളവ് പഠിച്ചു തീരേണ്ടത് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് പറഞ്ഞാലും മതി. ക്ലാസ് നടക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ് കാണണം, അതിന്റെ അച്ചടക്കം അറിയണം. നമുക്ക് ഇവിടെ എങ്ങനെ കൃത്യമായിട്ട് കുഞ്ഞു പിള്ളേരെ വാം ചെയ്ത് കൊണ്ടുവരുന്നത് വളർത്തിക്കൊണ്ടിരുന്നത് അതിന്റെ അച്ചടക്കങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നേരെ ക്ലാസ് കണ്ടാൽ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഞങ്ങൾ മാഷെ ഞാനപ്പോൾ ക്ലാസ്സിലേക്ക് വരാം. ക്ലാസ്സിൽ വന്നാൽ നിങ്ങളെ ക്ലാസ്സിനെ കുറിച്ച് നമ്മുടെ നാട്ടുകാർ ഒരുപാട് കാണുന്ന ചാനലാണത്. അപ്പോൾ അവരെ കുഞ്ഞുമക്കൾ ഇത് എവിടെ കൊണ്ട് ചേർത്തണം, എൻ്റെ മോനെ എവിടെയാണ് കൊണ്ടുപോകേണ്ടത്, ഇതുപോലെ ഒരുപാട് ഡെയിലി കേൾക്കണല്ല ഈ അവിടെ പോകുമ്പോൾ പ്രശ്നങ്ങൾ ഇവിടെ പോകുമ്പോൾ പ്രശ്നങ്ങൾ, അവൻ ആ കഞ്ചാവാണ് ഈ കഞ്ചാവാണ്. അപ്പോൾ അവരൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭാവി നമുക്ക് വാർത്തെടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഈ കുട്ടികൾ നമ്മളെ സീനിയേഴ്സ് ഉണ്ട്, ഇവരൊന്നും വേറെ ഒരു രീതിയിലേക്കും പോകാതെ അവർ ഇത് നമ്മളൊരു ലൈഫ്, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ജീവിതത്തിന്റെ ഒരു ജീവിത രീതിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലഹരി എന്ന് പറയാനല്ലേ, ലഹരി നമ്മളുടെ ലഹരി ഇത് തായ്ക്കൊണ്ടാണ്. നമ്മളെ ലഹരി തായ്ക്കൊണ്ട. അതായത് നമ്മുടെ കുട്ടികൾക്ക് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലഹരി. അതായത് നമ്മുടെ പിള്ളേർക്കുള്ള ലഹരിനെ കുത്തി വെച്ചോണ്ടിരിക്കുന്നത്. അതായത് മദ്യത്തിന്റെ മാർക്ക് മാറ്റി നിർത്തിയിട്ട് അവരെ കലാബോധം എന്നായ മഹത്തായ ലഹരിക്ക് നമുക്ക് കൊടുക്കണം മാർഷൽ ആർട്സ്. അതായത് പ്രതിരോധിക്കാനും എല്ലാം കൊണ്ടും എല്ലാത്തിനും മുക്തി നേടിക്കൊണ്ട് നല്ലൊരു തലമുറ വാർത്ത ശരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള വളർച്ച
അത് നമ്മൾ തയ്യാറെടുക്കണം. നമ്മൾ തയ്യാറാക്കണം. അപ്പൊ തീർച്ചയായും നമുക്ക് എന്തായിരുന്നാലും തൈക്കോണ്ടോടെ ക്ലാസ് നമുക്ക് കാണണം, ക്ലാസിന്റെ പശ്ചാത്തലം കാണണം, അവിടുത്തെ അഭ്യാസ മുറകൾ കാണണം, അവരുടെ ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും അവിടെ. അപ്പൊ പിള്ളേരെ ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കാണാം. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കുറച്ച് വലുതാണ് കേട്ടോ. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് അടുത്ത ഇന്ന് നമ്മൾ ക്ലിപ്പ് എടുക്കും, പക്ഷെ നമുക്ക് അടുത്ത പ്രാവശ്യം ഇടുള്ളൂ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തില്ല കേട്ടോ. എന്നാലും കുഞ്ഞു മക്കളെ കുറച്ചുകൂടി ക്ലാസ് കാണാം. പക്ഷെ വളരെയധികം എന്താ പറയണ്ടേന്ന് അറിയില്ല കേട്ടോ. ഇതിങ്ങനെ കണ്ടപ്പോഴും വല്ലാത്തൊരു സന്തോഷം തോന്നിയത്. ഞാനിങ്ങനെ ആലോചിക്കാൻ ഈ മദ്യത്തിനൊക്കെ പിള്ളേരെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു രംഗം കണ്ടത്. കുഞ്ഞു പിള്ളേരല്ല, പെൺകുട്ടികളുണ്ട് നമ്മളെ അവരെല്ലാവരും തയ്യാണ്, അവിടെ തയ്യണം. ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാൻ പറഞ്ഞേക്കണത്. അപ്പൊ വളരെ സന്തോഷമുള്ളൊരു സംഭവം ഉണ്ടായിക്കാണ് നമ്മുടെ പിള്ളേരെ, കുഞ്ഞു മക്കളെ. ഇത് ചില്ലറ കളിയല്ല കേട്ടോ. അയ്യോ കഞ്ചാവും അതും എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമുണ്ട്. ഇപ്പം അടുത്ത് നമ്മുടെ അടുത്തൊരു പെൺകുട്ടി മരിച്ചു, അതായത് ലോൺ എടുത്തതിൻ്റെ പേരിലുള്ള മാനസിക പിരിമുറുക്കമാണ്. അപ്പൊ അങ്ങനത്തെ പിരിമുറുക്കങ്ങളിൽ നിന്നൊക്കെ പിള്ളേരെ നമുക്ക് രക്ഷപ്പെടുത്താനുള്ള സംഭവം കൂടിയല്ലേ ഇത്? തീർച്ചയായും അല്ലേ? ഒരുപാട് അത്തരം കാര്യങ്ങളിൽ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ്സിലേക്ക് നേരിട്ട് വരട്ടാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വളരെ സാറിട്ടാ. അപ്പൊ പിള്ളേർ ക്ലാസ് ഇറക്കട്ടെ, എനിക്ക് അവർക്കൊന്ന് ക്ലാസ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണേ. സ്പീഡ് പഞ്ച് ചെയ്യട്ടാ. 1 2 3 4 5 6 7 8 9 10. സ്ട്രൈക്ക് ചെയ്യണോട്ടാ, സ്ട്രൈക്ക്. 1 2 3 4 5 6 7 8 9 10. ഹലോ ബോയിൻ. അപ്പൊ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ചേർത്ത് പിടിച്ചോണ്ട് ക്ലിപ്പ് കൊണ്ട് എടുക്കാട്ടെ. നമുക്ക് നല്ല രസമില്ലേ കാണാനായിട്ട്? അത് രസം മാത്രമല്ല, നല്ല ഇൻട്രസ്റ്റ് ആയിട്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇതിലൊക്കെ ചേർന്നൊക്കെ ആഗ്രഹമായി. എന്തായാലും നമുക്ക് എങ്ങനെയൊക്കെ ചേർന്ന് നമുക്ക് അവരറിയാം. ഓക്കെ, അവരായ ഒരു ഇതൊക്കെ കഴിക്കട്ടെ കേട്ടോ. കഴിഞ്ഞ മാഷേ പിള്ളേരോട് കുറച്ച് കാര്യം ചോദിച്ചോട്ടെ. പിള്ളേരോട് കുറച്ച് കാര്യം ചോദിക്കാമല്ലോ നമുക്ക്. മക്കളോട് ഞാൻ കാര്യം ചോദിക്കട്ടെ. എത്ര പവറുണ്ട് നിങ്ങൾക്ക്? കാലത്ത് വല്ല ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത്? നിങ്ങൾ രാവിലെ തന്നെ എല്ലാം വന്നേക്കണത്. ഇപ്പൊ രാവിലെ തന്നെ സാധാരണ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന ദിവസമാണ് ഞായറാഴ്ച. ഈ ഞായറാഴ്ച നിങ്ങൾ രാവിലെ തന്നെ വരാനായിട്ട് രാവിലെ എല്ലാവരും നിൽക്കും. ഇതേപോലെ എല്ലാവരും വെളുപ്പിനെ നിൽക്കോ? കേട്ടില്ലേ? മടി എന്നൊരു സംഭവം മാറിക്കൊണ്ടേയിരിക്കണം കേട്ടാ. അല്ലേ? അങ്ങനല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും വട്ടം വന്നൊരു വീഡിയോ എടുക്കാം. എന്നാ വേഗം ഇങ്ങോട്ട് പോര് എല്ലാവരും. അപ്പൊ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ വീഡിയോ ഇപ്പൊ ഞാൻ സാധാരണ വീഡിയോ ഇടുമ്പോ ഒരു കാര്യം പറയാറുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പൊ തൈക്കോണ്ടോ മാർഷൽ ആർട്സിലെ കുഞ്ഞു പിള്ളേരായ കരുത്തന്മാരെ ഭാവിയുടെ വാഗ്ദാനങ്ങൾ നിങ്ങൾ പറയുമ്പോ എങ്ങനെ പറയുന്നത് അറിയോ? അപ്പൊ അവരൊന്ന് കാണിക്കണം. കരാട്ടക്കാരല്ലേ? അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം, പിന്നെ എന്ന് പറയുമ്പോ ലൈക്ക് ചെയ്യണോട്ടാ. ഓക്കെ, മാഷ് പറയോ? അന്ന് വിളിക്കും മാഷെ, പിള്ളേരെ കാണൂല അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നിൽക്കട്ടെ പറയല്ലേ. അപ്പൊ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണോട്ടാ. പിന്നെ താങ്ക് യു.